பண்ணிருக்காங்க. இன்னொரு பக்கம் பாத்தீங்க ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗാണ്, ഒരു ആടി ഷോപ്പിങ്ങിൻ്റെ വ്ളോഗാണ് കേട്ടോ. ഇത് പോത്തീസാണ് ഈ കാണുന്നത്. തമിഴ്നാട്ടിലറിയാമല്ലോ, ആടി സെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിപൂരാണ് എല്ലായിടത്തും. എല്ലാ ടെക്സ്റ്റൈൽസ് ആവട്ടെ, അങ്ങനെ എല്ലായിടത്തും അടിപൊളിയായിട്ടുള്ള ഷോപ്പിംഗ് ആയിരിക്കുള്ളൂ. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മാതിരിയാണ്. അപ്പോൾ നമ്മുടെ ഓണം ഷോപ്പിംഗ് എപ്പോഴും ഈ പോത്തീസിൽ നിന്നാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ ഓണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് വരവായിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. നമ്മളിവിടെ വരാനായിട്ട് ഒരു 2 ആഴ്ചയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സാരി ഒന്ന് നോക്കി വെച്ചോട്ടോ, ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഞങ്ങൾ 2 ആഴ്ചയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങോട്ട് വരാൻ. അപ്പോൾ സൗകര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്രൈഡേ വരാമെന്ന് തീരുമാനിച്ചു. ഫ്രൈഡേ ഷൈച്ചേട്ടന് സൗകര്യപ്പെട്ടില്ല. അങ്ങനെ സാറ്റർഡേ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കടയിൽ പോയി അവിടെ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് വരാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഷൈച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പോയി കളയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്നുള്ള തീരുമാനത്തിൽ നേരെ പോത്തീസിലേക്ക് പോയി. ഇത് ക്രോംപേട്ടുള്ള പോത്തീസാണ് കേട്ടോ, വലിയ പോത്തീസാണ്. ഹൈപ്പർ മാർക്കറ്റും ഒക്കെയുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി സാരി എടുത്തു. ആ സാരിയാണ് നേരത്തെ കണ്ടത്, ആ ബ്ലൂ കളറിലെ സാരിയും പിന്നെ വേറെ 2 കളറും കൂടെ ഒന്നിച്ചെടുത്തുകൊണ്ട് പോയില്ലേ, അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മമാർക്കൊക്കെ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വരുമ്പോൾ നല്ല സാരികൾ കുറച്ച് ഡിസ്കൗണ്ടിന് കിട്ടും. കുറച്ച് ഒരു 10%, 15% അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ കുറേ അതല്ലാതെയുള്ള ഡിസ്കൗണ്ട് സെയിലും നടക്കുന്നുണ്ട് കേട്ടോ. കുറേ സാരികൾ ഫ്ലാറ്റ് 50 ഉണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് നമുക്ക് ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും മറ്റുള്ള സമയങ്ങളെ അപേക്ഷിച്ചിട്ട്. അങ്ങനെ എനിക്കും ഒരു സാരി എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മമാർ എടുക്കുന്ന പോലത്തെ ആ ഒരു ടൈപ്പ് സാരി, അത്രയും കുറച്ചും കൂടെ കൂടിയ സാരിയായിരുന്നു അവർക്ക് എടുത്തത്. ഞാൻ ഒരു സാരി എപ്പോഴും ഉടുക്കാൻ അറിയാത്ത ഒരാളായതുകൊണ്ടും ഉടുക്കാത്ത ആളായതുകൊണ്ടും ഞാൻ അത്രയും ഉള്ളൊരു സാരിയൊന്നും വാങ്ങിച്ചില്ല. ഇത് വലിയ വിലയൊന്നും ഇല്ലാത്ത സാരിയാണ് കേട്ടോ. ഇത് ഇപ്പോൾ എൻ്റെ സാരിയുടെ വില എനിക്ക് പറയാമല്ലോ, 1040 അങ്ങനെ എന്തോ ആയുള്ളൂ, 1300 എന്തോ ആയിരുന്നു. ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അത്രയേ ആയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ആ കാണിച്ച സാരി പിന്നെ ഞാൻ ഒരു ദിവസം ഈ സാരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ സാരി. ചെറിയൊരു മെറൂണും സൈഡിൽ ഒരു ചെറിയൊരു ബോർഡറൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ആയിട്ടോ ഡ്രസ്സ് ഒറ്റ കാഴ്ചയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെടും. ആ സാധനമാണ് ഞാൻ എത്ര തപ്പിക്കഴിഞ്ഞാലും അവസാനം എടുക്കുക. അപ്പോൾ ഞങ്ങൾ ഈ സാരിയും ഡ്രസ്സും അല്ലാതെ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ടെക്സ്റ്റൈൽ ഷോപ്പ് മാത്രമല്ല, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 1-2 സാധനങ്ങളൊക്കെ വേറെ സാധനങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും വാങ്ങിക്കാനുള്ള പ്ലാനിലല്ല ഞാൻ അങ്ങോട്ട് പോയത്. സാരീസ് ഒന്ന് കാണണം, നല്ലതുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് പോയത്. അങ്ങനെ അതും നടന്നു. അതല്ലാതെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുപോരാണ്. അപ്പോൾ നമ്മൾ ആ ബില്ല് കാണിക്കുമ്പം ഇവിടെ നിന്ന് കുറച്ച് ഇപ്പോൾ നമ്മൾ ബില്ല് വാങ്ങിച്ച 1000 റുപ്പീസിന് എബവ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഇതുപോലെ ആ കൗണ്ടറിൽ നിന്ന് കുറേ വെജിറ്റബിൾസ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് വെറുതെ കിട്ടുകയല്ലേ, കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബില്ല് കാണിച്ച് ഞങ്ങൾക്ക് 3 തരം വെജിറ്റബിൾസ് കിട്ടി കേട്ടോ. ബീൻസ്, തക്കാളി, പിന്നെ കത്രിക്ക, അത്രയും സാധനങ്ങളൊക്കെ കിട്ടി. അതും സഞ്ചിയിലാക്കി. അപ്പോഴേക്കും നന്നായിട്ട് ഞങ്ങൾ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചായ കുടിക്കാനായിട്ടാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുക. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ചായ കുടിക്കണേലും കുറച്ച് ജ്യൂസ് കുടിച്ചാൽ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടുമെന്ന് തോന്നി. അപ്പം ഞാൻ പൈനാപ്പിൾ ജ്യൂസ്, ഞാനും പാറും പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഷൈച്ചേട്ടന് ചായ മതി എന്ന് പറഞ്ഞ് ചായ വാങ്ങിക്കാൻ പോയേക്കാം. അപ്പോൾ ഈ കഫറ്റീരിയാസൊക്കെ ഇതിനുള്ളിലും കുറേ ഉണ്ട്, താഴെ ഗ്രൗണ്ട് ഫ്ലോറിനോട് ചേർന്നിട്ടും കുറച്ച് കഫറ്റീരിയാസ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് ഫുഡൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജ്യൂസ് കഴിച്ചെന്നേ ഉള്ളൂ. ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, നമുക്ക് നിന്ന് കഴിക്കാനായിട്ട് ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷൈച്ചേട്ടൻ ചായ ആയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഇതും കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം
ഞാൻ എക്സ്ട്രാ വാങ്ങിച്ച 2 സാധനങ്ങളെന്ന് പറഞ്ഞില്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യമുള്ളൊരു 2 സാധനങ്ങൾ ഞാൻ കാണിക്കാം കേട്ടോ. ഷൈച്ചേട്ടൻ കുറേ നാളായി ഷൂസ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഫോമൽ ഷൂസ്. അവിടെ നിന്ന് വാങ്ങിച്ചു. അവിടെ ബ്രാൻഡഡ് ഷൂസൊക്കെ നിറയുണ്ട്. അപ്പോൾ അതിനും ചെറിയ രീതിയിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ രീതിയിൽ. അപ്പോൾ ഷൈച്ചേട്ടൻ അങ്ങനെ തപ്പി ആൾക്ക് പറ്റുന്ന രീതിയിൽ ആളുടെ ഒരു കൺസെപ്റ്റിനനുസരിച്ചിട്ടുള്ളത് നോക്കി കുറേ നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കണേ. ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോയി ഷൂസ് നോട്ടാണ്. പക്ഷേ ആൾക്ക് അങ്ങനെ മനസ്സിന് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് അത്യാവശ്യം കിട്ടി. ലീ കൂപ്പറിൻ്റെ ആയിരുന്നു വാങ്ങിച്ചത്. നല്ല ഷൂസായിരുന്നു, കാരണം കുറച്ച് നാൾ കിടക്കുമല്ലോ. അപ്പം അങ്ങനെ ബ്ലാക്ക് ഷൂസും വാങ്ങിച്ചു. അപ്പോൾ ഷൂസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും ഞാൻ അടുക്കളയിലേക്ക് വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ ഇവരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, ഞാൻ പേടിച്ച് പോയി കണ്ടപ്പം. ഞാൻ ഈ സൈഡിൽ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഇത് ഫസ്റ്റ് ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞാണ് പിന്നെ ഈ ആനക്കുട്ടനൊക്കെ വന്നത്. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് പിള്ളേർക്കൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിള്ളേർക്ക് മാത്രമല്ല, ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഇതിനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും പാറും കൂടെ പോയി ഞങ്ങളെ ആന തുമ്പിക്കൈയൊക്കെ വെച്ച് ഇങ്ങനെ തൊടുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ പാറു ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ പാറു ഭാഗ്യത്തിന് വലിയ നടക്കാനും ഒന്നും ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഷോപ്പ് ചെയ്യാൻ പറ്റി. അങ്ങനെ പാറുവിന് ഒരു പില്ലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പില്ലോയിലാണ് അവൾ നിന്നത്. ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു. ചോട്ടാ ഭീമിൻ്റെയൊക്കെ ഒരു പ്രിൻസൊക്കെ ഉള്ള ഒരു പില്ലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതേ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഇതാട്ടോ കിച്ചണിലേക്കുള്ളത്. ട്രമോൻറ്റീന എന്നുള്ളൊരു ബ്രാൻഡാണ്, സ്റ്റീലിൻ്റെ ചെറിയ കടായി. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ഇതാണ്. നമ്മൾ 2 പേർക്ക് 3 പേർക്ക് വേണ്ടിയിട്ടല്ലേ ഈ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ വലുത് എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ വലുതൊരെണ്ണമുണ്ട്, കുറച്ചും കൂടെ ഒരു ഒറ്റ ഹാൻഡിലുള്ളത്. അപ്പോൾ അത് ഞാൻ എപ്പോഴും അങ്ങനെ ഉപയോഗിക്കാറില്ല, കുറച്ചും കൂടെ കൂടുതലുണ്ടെങ്കിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഡെയിലി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ചെറിയ ചീനച്ചട്ടിയാണ്. അപ്പോൾ അത് ഇപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഉപയോഗിച്ച് അതൊരു പരിവായി. അപ്പോൾ എന്തായാലും ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ ഹാൻഡിലൊക്കെ ഒന്ന് ഇളകി തുടങ്ങി. പിന്നെ അതിൻ്റെ കളറൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ചായി. ഹിൻഡാലിയത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീലിലേക്ക് ഒന്ന് മാറണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് ട്രമോൻറ്റീന. ഞാൻ അധികം ഫെമിലിയർ അല്ല. അപ്പോൾ ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ബ്രസീൽ ബേസ്ഡ് ഒരു ബ്രാൻഡാണ്, ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. പിന്നെ വാങ്ങിച്ചത് ഈ ദോശക്കല്ലാണ് കേട്ടോ. കുറച്ച് നാളായി ഞാൻ കാസ്റ്റ് അയണിൻ്റെ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. സാധാരണ അയണിൻ്റെയാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് നല്ലതൊക്കെ തന്നെയായിരുന്നു, പക്ഷേ കട്ടി ഇച്ചിരി കുറവായിരുന്നു. അങ്ങനെ പീജിയൻ ബ്രാൻഡിൻ്റെയാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഉദ്ദേശിച്ചൊരളവും ഈ ഒറ്റ ഹാൻഡിലൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് കിട്ടിയപ്പോൾ അങ്ങ് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.